എൻ്റെ പേര് പാർവതി. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് ഇന്നേക്ക് 8 വർഷമായി. ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അത്രയും സന്തോഷമായൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നെറുകയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും ചാർത്തിയ ദിവസം അന്ന് തന്നെയായിരുന്നു. ഇനി എൻ്റെ ജീവിതം നിങ്ങൾക്ക് കേൾക്കണോ? മുഴുക്കുടിയനായ അച്ഛൻ തലയ്ക്ക് മീതെ കടം വരുത്തി തീർത്തു. അവസാനം ഒരു മുഴം കയറിൽ ജീവനൊടുക്കി. അമ്മ കൂലിവേല ചെയ്ത് ഞങ്ങളെ പട്ടിണി മാറ്റി. ഉമ്മർ ഹാജിയുടെ വീട്ടിലായിരുന്നു അമ്മ ജോലിക്ക് പോയത്. ഒരു ദിവസം പാടത്തു നിന്ന് നാളികേരം ചാക്കിലാക്കി തലയിലേറ്റി വരുമ്പോഴാണ് അമ്മ കാല് തെന്നി വീണത്. ആ വീഴ്ചയിൽ അമ്മയ്ക്ക് കാര്യമായ പരിക്ക് പറ്റി. 2 കാലിനും എല്ലിന് പൊട്ടൽ വന്നു. അമ്മ കിടപ്പിലായി. ഷുഗറും കൂടെ വിരുന്നുകാരനായി വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഷ്ടപ്പാട് എത്തി നോക്കിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അമ്മ ജോലിക്ക് പോയ വീട്ടിൽ നിന്നും അരിയും വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാ ആഴ്ചയിലും അവർ കാര്യസ്ഥൻ്റെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മയ്ക്ക് തീരെ വയ്യാതായി. അന്ന് അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചൊരു കാര്യം പറഞ്ഞു. നിൻ്റെ അനിയത്തിമാരെ അവരെ നീ നല്ലതുപോലെ നോക്കണം. ഞാൻ മരിച്ചാൽ പിന്നെ അവരുടെ അമ്മ നീയാണ്. അമ്മയെന്ന് വിളിച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. കൂടെ ശാലുവും മീനുവും കരഞ്ഞു. ഒന്നും കേൾക്കാൻ നിൽക്കാതെ ഈ ദുരിതത്തിൽ നിന്നും അമ്മ പോയി. അന്നെനിക്ക് എത്ര പ്രായമെന്ന് നിങ്ങൾക്കറിയോ? 13 വയസ്സ്. അമ്മ കിടപ്പിലായ ശേഷം പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ സ്കൂളിൽ പോയിട്ടേയില്ല. അമ്മ ജോലിക്ക് പോയ വീട്ടിൽ പിന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അടുത്ത വീടുകളിൽ പോയി പശുവിന് കാട് കൊണ്ടുവരും. പുല്ലരിയും തേങ്ങ പെറുക്കി കൂട്ടലും പാടത്തെ പണിക്കാർക്ക് കഞ്ഞി കൊണ്ടുപോയി കൊടുക്കലും അങ്ങനെ പല പണികളും ചെയ്ത് ഞാൻ എൻ്റെ മികവ് തെളിയിച്ചു. ദിവസങ്ങൾ മുന്നോട്ട് കുതിക്കുന്തോറും ആവശ്യങ്ങളും കുതിച്ചുകൊണ്ടിരുന്നു. ശാലുവിൻ്റെയും മീനുവിൻ്റെയും പഠനമായിരുന്നു എനിക്ക് പ്രധാനം. അവരെ പഠിപ്പിക്കണം, നല്ല ജോലി വാങ്ങിക്കൊടുക്കണം. അതിന് രാപ്പകലില്ലാതെ അധ്വാനിക്കാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. അമ്മ മരിച്ച ദിവസം അന്നാണ് ആദ്യമായി അവരെന്നെ ചേച്ചിയമ്മയെന്ന് വിളിച്ചത്. പിന്നെ അവർക്ക് ഞാൻ ചേച്ചിയമ്മയായി. ദിവസങ്ങൾ ഓരോന്നായി പൊഴിഞ്ഞു പോയി തുടങ്ങി. ശാലു 10ൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് ടൂർ പോകണമെന്ന ആവശ്യവുമായി എൻ്റെ അരികിൽ വന്നത്. എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല മോളെ എന്നവളോട് പറഞ്ഞെങ്കിലും എന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചേച്ചി എന്നും രാവിലെ പണിക്കാന്നും പറഞ്ഞ് പോകുന്നുണ്ടല്ലോ ഹാജിയാരുടെ വീട്ടിൽ. അവരോട് ചോദിച്ചൂടെ? ശാലു മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അവർ നമുക്ക് കണ്ടറിഞ്ഞ് തരുന്നില്ലേ? വീണ്ടും ചെന്ന് ചോദിക്കുന്നത് അത് മോശമല്ലേ? എൻ്റെ മക്കളെ പട്ടിണി മാറ്റാനാണെങ്കിൽ ചേച്ചിയമ്മയ്ക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടാൻ ഒരു മടിയില്ല. ഇത് അതല്ലല്ലോ മോളെ. എന്നാൽ ചേച്ചി അഭിമാനം കെട്ടിപ്പിടിച്ച് നിന്നു. എന്നിട്ട് അമ്മയുടെ മൂക്കുത്തിയില്ലേ കയ്യിൽ, അത് വിറ്റ് കാശാക്ക്. നീ എന്താ പറഞ്ഞത്? അമ്മയുടെ മൂക്കുത്തി വിൽക്കാനോ? അതിനൊരു വിലയിടാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല. ഓ പിന്നെ അതെന്താ, സ്വർണ്ണമൊന്നുമല്ലേ? അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ശാലു, കാണുന്നവർക്ക് അത് വെറും ഒരു സ്വർണമായിരിക്കാം. പക്ഷേ എനിക്കതെൻ്റെ അമ്മയുടെ ഹൃദയമാണ്. പണി കഴിഞ്ഞ് എത്ര ക്ഷീണിച്ച് വന്നാലും ആ നീലക്കല്ലും മൂക്കുത്തി മാത്രമാണ് എനിക്ക് ആശ്വാസം. അമ്മയോട് പറയുന്ന പോലെ പരാതിയും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ട് അതിനൊരു മുത്തം കൊടുക്കാതെ ഒരു രാത്രി പോലും ഉറക്കത്തെ ഞാൻ വരവേറ്റിട്ടില്ല. അറിയോ നിനക്ക്? ചേച്ചി വിൽക്കണ്ട, ഞാൻ കൊണ്ടുപോയി വിറ്റോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. കുഞ്ഞു പൊതിയിലാക്കി സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഞാനതിനെ. അവളത് എടുത്തുകൊണ്ട് വന്നു. കൂടെ മീനുവും വരുന്നത് കണ്ട എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 2 പേരും ഒറ്റക്കെട്ടായി. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ശാലു വേണ്ട, അതിങ്ങത്താ, ഞാൻ കൊണ്ടുപോവും. അവളുടെ കയ്യിൽ നിന്നും ഞാനത് പിടിച്ചു വാങ്ങി. ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന വഴിയിലിരുന്ന് ഒരുപാട് കരഞ്ഞു. പാർവതി! ആ പൗരുഷമായ ശബ്ദം അവിടെ അലയടിച്ചു. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. എൻ്റെ ചുണ്ടുകൾ അറിയാതെ മുഴിഞ്ഞു. നന്ദൻ. ഞാൻ എഴുന്നേറ്റ് പോകാൻ നിന്നു. എല്ലാവരുടെയും കണ്ണിൽ നന്ദനൊരു ഗുണ്ടയാണ്. എല്ലാവർക്കും അവന് പേടിയാണ്. എന്നാലോ അവൻ ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്തതായി ആർക്കും അറിയില്ല. ഏയ് പാർവതി! ഞാൻ ഞെട്ടിക്കൊണ്ട് ആ മുഖത്തേക്ക് പേടിയോടെ നോക്കി. എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഒന്നുമില്ല. നീ എന്തിനാ കരഞ്ഞത്? കയ്യിലെന്താ? ഒന്നുമില്ല, പറഞ്ഞില്ലേ? പാർവതിയുടെ കയ്യിൽ നന്ദൻ പിടുത്തമിട്ടു. ബലമായി കൈ തുറന്നു നോക്കി. ആ പൊതിയെടുത്തവൻ തുറന്നു നോക്കി. പിന്നെ അവളെയും ആ പൊതിയിലേക്കും അവൻ മാറി മാറി നോക്കി. ഇത് ജാനിയമ്മയുടെ മൂക്കുത്തിയല്ലേ? അവൾ മൂളിക്കൊണ്ട് തല താഴ്ത്തി നിന്നു. ഇതും കൊണ്ട് എങ്ങോട്ടാ? വിൽക്കാൻ, അവൾ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. അവൻ ആ മൂക്കുത്തി പോക്കറ്റിലിട്ടു. പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് കുറച്ച് പൈസ അവൾക്ക് നേരെ നീട്ടി. ഇതല്ലേ നിന്റെ ആവശ്യം? കൊണ്ടുപോയിക്കോ. മൂക്കുത്തി എൻ്റെ കയ്യിലുണ്ടാവും.
അത് നിനക്ക് തന്നെ ഞാൻ തിരിച്ചു തരും. ഇത്രയും പൈസ എന്തിനാ? അവിടെ വെച്ചോ, ആവശ്യം വരും. അതും പറഞ്ഞുകൊണ്ട് നന്ദൻ പോയി. പാർവതിയും വീട്ടിലേക്ക് മടങ്ങി. അനിയത്തിമാരെ രണ്ടുപേരെയും ടൂറിന് വിട്ടു. വർഷങ്ങൾ കഴിയും തോറും രക്തബന്ധത്തിൽ വിള്ളൽ വീണു തുടങ്ങി. ശാലുവും മീനുവും കോളേജ് കാലം കഴിഞ്ഞു. ജോലിക്ക് ശ്രമിക്കാൻ തുടങ്ങി. അവർക്ക് വണ്ടിക്കൂലിക്ക് വരെ ഞാൻ വിയർപ്പുറ്റിക്കണം. ഒരു ദിവസം രാത്രി എനിക്ക് വല്ലാത്ത വയറുവേദന. മാസാമാസം പെണ്ണേ എന്ന് വിളിച്ചു വരും. ബാത്റൂമും പുറത്തായതുകൊണ്ട് പേടിച്ചാണ് പുറത്തേക്കുള്ള വാതിൽ തുറന്നത്. വാതിക്കൽ ആരോ മൂടി പുതച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. വയറിലൂടെ എന്തോ മിന്നൽ പോലെ തോന്നി. വാതിൽ തുറന്ന അതേ സ്പീഡിൽ തന്നെ ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആ മുഖം നേരിൽ കാണണം. ഉറങ്ങാതെ ജനൽ വഴി പുറത്തേക്ക് നോക്കി ഞാൻ കാവലിരുന്നു. നേരം വെളുക്കും മുമ്പേ ഇത്തിരി വെട്ടത്തിൽ ആ മുഖം ഞാൻ കണ്ടു. നന്ദൻ. പിന്നെയാണ് മനസ്സിലായത്, ഇന്നും രാത്രി ഞങ്ങൾക്ക് വേണ്ടി നന്ദൻ കാവൽ കിടക്കാറുണ്ടെന്ന്. ആദ്യമായി അവനെ ഓർത്ത് അഭിമാനം തോന്നിയവൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ശാലുവിനും മീനുവിനും ജോലി കിട്ടിയപ്പോൾ അവരെക്കാൾ കൂടുതൽ ഞാൻ സന്തോഷിച്ചു. അവർക്ക് കല്യാണ പ്രായമായെന്ന് അവർ പറയാതെ പറഞ്ഞു. അവർക്കിഷ്ടപ്പെട്ട ആളെ അവർ തന്നെ കണ്ടുപിടിച്ചു. അവിടെ എനിക്കൊരു റോളും ഇല്ല. അമ്പലത്തിൽ വെച്ച് രണ്ടുപേരുടെയും താലികെട്ട് ഒരുമിച്ച് നടത്തിക്കൊടുത്തു. അന്നു മുതൽ അവർക്ക് ഞാൻ തീർത്തു അന്യായി. സഹിക്കവയ്യാതെ നെഞ്ചു വേദനിച്ചു. എന്നും രാവിലെ അമ്മയുടെയും അച്ഛൻ്റെയും കുഴിമാടത്തിലെ പുല്ല് പറിച്ച് വൃത്തിയാക്കി വയ്ക്കും. അന്ന് അവസാനമായി പുല്ല് പറിച്ചപ്പോൾ ഞാൻ അമ്മയോട് നന്ദൻ പറഞ്ഞ കാര്യം പറഞ്ഞു. അവൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ച കാര്യം. ഇന്ന് അമ്പലത്തിൽ വെച്ച് നന്ദൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നു അമ്മേ. അത് കാണാൻ അമ്മയില്ലല്ലോ. നെഞ്ചു പൊട്ടി ഞാനും അവിടെ വീണു. അമ്മയുടെ 2 കരങ്ങളും എന്നെ വാരിയെടുത്തു കൊണ്ടുപോയി. അതെ, ഞാനും ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയി. അന്ന് നന്ദൻ വന്നിരുന്നു. അവൻ്റെ പോക്കറ്റിൽ എനിക്കായി സൂക്ഷിച്ചു വെച്ച താലി നിറ കണ്ണുകളോടെ എൻ്റെ കഴുത്തിൽ കെട്ടി. പോക്കറ്റിൽ നിന്നും ഒരു ചെപ്പ് തുറന്നുകൊണ്ട് കുറച്ച് സിന്ദൂരവും നെറുകയിൽ തൊട്ട് തന്നു. എൻ്റെ മൂക്കുകുത്തിയ അടയാളം പോയിട്ടില്ലായിരുന്നു. എന്നെ വേദനിപ്പിക്കാതെ നീലക്കല്ല് മുക്കുത്തിയും അതിലൂടെ ഇട്ട് തന്നു. എൻ്റെ നെറുകയിൽ ആദ്യമായും അവസാനമായും അവൻ്റെ ചുണ്ടുകൾ മുദ്ര പതിപ്പിച്ചു. കണ്ണുനീർ തുടച്ചുകൊണ്ട് നന്ദൻ എന്നെ അവൻ്റെ പെണ്ണാക്കിക്കൊണ്ട് യാത്രയായി. ഞാൻ ആ താലി മുറുകെ പിടിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പിന്നെ എല്ലാ വർഷവും എന്നെ യാത്രയാക്കിയ അതേ ദിവസം നന്ദൻ എൻ്റെ അരികിൽ വരുമായിരുന്നു. വരുമ്പോൾ ആ കൈ നിറയെ ചെമ്പകപ്പൂക്കളും കൊണ്ടുവരും. ഇന്നും നന്ദൻ വന്നു. ചെമ്പകപ്പൂക്കൾ തന്നു. കണ്ണീരോടെ യാത്ര പറഞ്ഞു പോയി. പിന്നെ വേറൊരാളും കൂടി വന്നിരുന്നു. എൻ്റെ പാത്തു, ഉമ്മർ ഹാജിയുടെ പേരക്കുട്ടി, ഹാഷിമിൻ്റെ മോൾ, എൻ്റെ സ്വന്തം പാത്തൂസ്. ഉമ്മർ ഹാജിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കുമാരേട്ടൻ്റെ കുഞ്ഞി പെട്ടിക്കട. അവിടെ പലതരത്തിലുള്ള മിഠായി പാക്കറ്റുകൾ തൂക്കിയിട്ടിട്ടുണ്ടാകും. അതിൽ നിന്ന് മധുരമൂറും തേൻമിഠായി അവൾക്കായി ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാൻ ആ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ പാറോച്ചിയെ വിളിച്ച് എൻ്റെ പാത്തു ഓടി വരും. നിങ്ങൾക്കറിയോ, പാത്തുവിൻ്റെ മുഖം കാണുമ്പോൾ മാത്രമാണ് ഞാനൊന്ന് ചിരിക്കുന്നത്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദന മറക്കുന്നത്. ആദ്യം പാത്തു എൻ്റെ കയ്യിലേക്ക് നോക്കും. എന്നിട്ട് വേണം ചിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എന്ന പോലെ ഒരു നൃത്തമുണ്ട്. ദൈവമേ, അത് കാണുമ്പോൾ ഒരു കട്ടി കൊടുക്കാൻ തോന്നും. അന്ന് അവസാനമായി പാത്തു എനിക്ക് കൊണ്ടുതന്നു അതേ മധുരമുറും തേൻമുട്ടായി. ഉമ്മച്ചിയെ, എന്തിനാ പാറൂച്ചങ്ങനെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പാറൂച്ചയെ, കണ്ണ് തുറക്ക് പാറൂച്ചയെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞി കണ്ണ് നിറഞ്ഞു തൂവാൻ തുടങ്ങി. അമ്മാന്ന് വിളിച്ച് അവളൊരു കിതപ്പോടെ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. അപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലേ? ഞാൻ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ. അവൾ പൊടുന്നനെ എഴുന്നേറ്റുകൊണ്ട് ശാലുവിൻ്റെയും മീനുവിൻ്റെയും റൂം ലക്ഷ്യം വെച്ച് ഓടിച്ചെന്ന് നോക്കി. നിരാശയായിരുന്നു ഫലം. എൻ്റെ മരണമൊഴിച്ച് ബാക്കിയെല്ലാം സത്യമായിരുന്നില്ലേ? ഇന്നീ വീട്ടിൽ ആരുമില്ല. ഞാൻ തനിയേ ഉള്ളൂ. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ഈ നിമിഷം ഭൂമി വാ വിളർത്തി എന്നെ അങ്ങ് കൊണ്ടുപോയിരുന്നെങ്കിൽ. വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഏയ് വേണ്ട, അച്ഛനും അമ്മയ്ക്കും ഞാനല്ലാതെ ആരുമില്ലല്ലോ. അവർക്കിത്തിരി വെട്ടം പകരാൻ ഞാൻ ജീവിച്ചിരുന്നേ മതിയാകൂ. ഈറനണിഞ്ഞ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് ആ മൺകൂനിയുടെ അടുത്തേക്ക് അവൾ ചുവട് വെച്ചു. അവിടെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ഒരു പിടി മണ്ണ് വാരി കൈപ്പിടിയിലാക്കി അവരോട് സംസാരം തുടങ്ങി. അമ്മയ്ക്കറിയോ, അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച 2 പേരും എന്നെ ഇട്ടിട്ട് പോയി. അവർക്ക് വേണ്ടിയല്ലേ അമ്മേ ഞാൻ ജീവിച്ചത്? അവരെപ്പോലെ എഴുതാനും വായിക്കാനും ഒന്നും എനിക്കറിയില്ല. അതൊക്കെ അവർക്ക് വേണ്ടിയല്ലേ ഞാൻ കുഴിച്ചു മൂടിയത്.
എന്നിട്ടും അവരെന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വലിച്ചെറിഞ്ഞില്ലേ? അവർക്ക് എങ്ങനെ കഴിഞ്ഞതിന് അവൾ കണ്ണുനീരോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ആർക്കും വേണ്ടമ്മേ എന്നെ, ആർക്കും. പാർവതി തേങ്ങിക്കൊണ്ടിരുന്നു. നേരെ ഇരുട്ടി തുടങ്ങി. ഒരു ഇളംകാറ്റ് അവളെ തൊട്ട് തലോടിപ്പോയി. ഉമ്മറത്ത് വിളക്ക് വെച്ച് തിരിഞ്ഞപ്പോഴാണ് ഒരു വണ്ടി വന്ന് മുറ്റത്ത് നിന്നത്. ആരായി ഈ നേരത്ത് വന്നതെന്ന് അവൾ കണ്ണുകൾക്ക് ഒന്നുകൂടെ മൂർച്ച കൂട്ടി നോക്കി. ശാലുവും മീനുവുമാണ്. അവരെ കണ്ടപ്പോൾ പാർവതിക്ക് വളരെയധികം സന്തോഷം തോന്നി. പാർവതി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചതും മീനു പാർവതിയുടെ കൈ തട്ടി മാറ്റി പുറകോട്ട് നീങ്ങി നിന്നു. ഇതെന്തൊരു കോലാത്? മീനുവാണ് ചോദിച്ചത്. മോളെ, ഞാനിപ്പോൾ കുളിച്ചതേയുള്ളൂ. എന്നിട്ട് കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ പറഞ്ഞവൾ പാർവതിയിൽ നിന്നും കുറച്ചും കൂടി അകലം പാലിച്ചു. മുറ്റത്ത് തന്നെ നിൽക്കാതെ നിങ്ങൾ അകത്തേക്ക് വാമക്കളെ. അവരുടെ വാക്കുകളെ പാടെ അവഗണിച്ചുകൊണ്ട് പാർവതി അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ കയറി കൂടാൻ വന്നതല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. മക്കളെ, എന്നാലും ഒന്നിരുന്നിട്ട് പറഞ്ഞൂടെ? പാർവതി അത്യധികം സ്നേഹത്തോടെ ചോദിച്ചു. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അവരുടെ ഓരോ വാക്കുകളും വാളിനേക്കാൾ മൂർച്ചയുള്ളതായി പാർവതിക്ക് തോന്നി. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ വീട് ഭാഗം വെക്കണം. അത് കേട്ടതും പാർവതിക്ക് തൊണ്ട വരണ്ട പോലെ. ഉമിനീരിറക്കാൻ പോലും അവൾ മറന്നുപോയി. ശാലു, മീനു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന മണ്ണല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മാത്രം നടക്കില്ല, പാർവതി കടുപ്പിച്ചു പറഞ്ഞു. ചേച്ചി എന്താ കരുതിയത്? ഇത് ഒറ്റയ്ക്കങ്ങ് എടുക്കാന്നോ? നടക്കില്ല ചേച്ചി. ശാലു അത് പറയുമ്പോൾ പാർവതിക്ക് തലയ്ക്ക് അടിയേറ്റതുപോലെ ആകെ ഒരു മരവിപ്പ് തോന്നി. ഞങ്ങൾ തിങ്കളാഴ്ച വരും, വക്കീലും കൂടെ ഉണ്ടാവും. ചേച്ചി കരുതിയിരുന്നു. അത് പറഞ്ഞവർ വണ്ടിയിൽ കയറി തിരികെ പോയി. എന്താണ് നിങ്ങളും ഞാനുമെന്ന് വേർതിരിവ് തുടങ്ങിയത്? നിങ്ങളായിരുന്നില്ലേ എൻ്റെ എല്ലാം. അവർ പോകുന്നത് നിറകണ്ണുകളോടെ അവൾ ആ ഉമ്മറപ്പടിയിൽ നോക്കി നിന്നു. രാവിലെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കി വെച്ച് പാർവതി ഉമ്മർ ഹാജിയുടെ വീട്ടിലേക്ക് പോകാൻ നിന്നു. വേദനിക്കുന്ന മനസ്സുമായി പാർവതി ഓരോ അടിയും നടന്നു നീങ്ങി. ദൂരെ നിന്നേ കാണാമായിരുന്നു ബൈക്കും ചാരി ഇരിക്കുന്നവനെ. അത് നന്ദനാണെന്ന് മനസ്സിലായി. ഇന്നലത്തെ സ്വപ്നം ആലോചിച്ചപ്പോൾ അവൻ്റെ അടുത്തേക്ക് അടുക്കും തോറും അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി. വേറെ വഴിക്ക് പോവാന്ന് വെച്ചാൽ അതും നടക്കില്ല. അവനെ ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോകാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഓരോ അടി മുൻപോട്ട് വെക്കുമ്പോഴും കാലുകൾക്ക് വല്ലാത്ത വിറയൽ. പെട്ടെന്നാണ് ആ ശബ്ദം. പാർവതി. കേൾക്കാത്ത പോലെ വീണ്ടും കാലുകൾ മുൻപോട്ട് വെച്ചു. പാർവതി. വീണ്ടും അവൻ്റെ മനോഹരമായ ശബ്ദം കേട്ടതും അവൾ അറിയാതെ നിന്നുപോയി. അത്രമേൽ ആർദ്രമായിരുന്നു ആ വിളി. നന്ദൻ അവൾക്ക് മുൻപിൽ ചെന്ന് നിന്നു. എൻ്റെ കൂടെ വാ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എങ്ങോട്ട്? ഞാനില്ല, പൈസ ഞാൻ പിന്നെ തന്നോളാം. ആ കണ്ണുകളിലെ പേടി നന്ദൻ ഒപ്പിയെടുത്തു. പാർവതി, ഞാൻ നിന്നോട് പൈസ ചോദിച്ചോ? ഇപ്പം എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി. അവൻ ബൈക്കിൽ കയറിയിരുന്നു. അവളോടും കയറാൻ പറഞ്ഞു. അവൾ മടിച്ചു നിന്നെങ്കിലും അവനൊന്ന് നോക്കിയപ്പോൾ അവളും കയറി. കുറച്ചകലം പാലിച്ചിരുന്നു. ഒരു ബീച്ചിലേക്കാണ് വണ്ടി പോയത്. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ വിദൂരതയിലേക്ക് നോക്കി നിന്നു. കുറേ കുട്ടികൾ അതിലെ ഓടുന്നു, ചാടുന്നു. അത് കണ്ടപ്പോൾ പാർവതിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. പാർവതി. ആ ശബ്ദം അവൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു. എന്ത് രസാ നന്ദൻ പാർവതി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ. എന്തായിരിക്കും നന്ദന് എന്നോട് പറയാനുള്ളത്? ആകെ കൂടെ പേരറിയാത്ത എന്തോ പോലെ തോന്നുന്നു. എന്താടോ തനിക്കിത്ര ആലോചന? ഏയ് ഒന്നുമില്ല. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ജോലിക്ക് പോകണം. ഇനി മുതൽ നീ ജോലിക്ക് പോകണ്ട. പാർവതി ഒരു ഞെട്ടലോടെയാണത് കേട്ടത്. എന്ത്? അത് പറ്റില്ല. എന്തേ പറ്റാത്തത്? നന്ദൻ കുറച്ചും കൂടെ പാർവതിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. അവള് ഒരടി പുറകോട്ട് പോയി. ഈ സാഗരം സാക്ഷിയാക്കി നന്ദൻ പാർവതിയോടൊരു കാര്യം ചോദിക്കട്ടെ? പോരുന്നോ എൻ്റെ കൂടെ, എൻ്റെ ജീവിതസഖിയായി? നന്ദ. അന്ന് ആദ്യമായാണ് പാർവതി നന്ദനെ പേര് വിളിക്കുന്നത്. അതും അറിയാതെ ആ വായിൽ നിന്നും വീണു പോയതാണ്. അവനൊന്ന് മൂളി. വേണ്ട വേണ്ട, പാർവതിക്ക് ആരും വേണ്ട. പാർവതി ഒറ്റയ്ക്ക. പാർവതി ആരും ഇല്ലാത്തവളാ. കണ്ണു നിറച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ അവൻ അവളെ ദയനീയമായി നോക്കി. ആര് പറഞ്ഞു എൻ്റെ പാർവതിക്ക് ആരുമില്ലെന്ന്? നന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ തനിച്ചാക്കാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നന്ദൻ കള്ളുകുടി എന്നാണ് നിർത്തിയതെന്ന് നിനക്കറിയോ? ജാനിയമ്മ മരിച്ച അന്നു മുതൽ നന്ദൻ കള്ളു കുടിച്ചിട്ടില്ല. അതായത് പാർവതിയുടെ അമ്മ മരിച്ചതിന് ശേഷം. അതിന് നന്ദന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു. പിന്നെ പെണ്ണുപിടി. അറിയാതെ പോലും നന്ദൻ ഇന്നേ വരെ അന്യ പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. നിനക്കെന്നെ വിശ്വസിക്കാം പാർവതി. അറിയാം നന്ദ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോ ആകാമായിരുന്നു, പാർവതി ഉള്ളാലെ പറഞ്ഞു. അവൾ അവൻ്റെ മുഖമാകെ വീക്ഷിച്ചു. ആദ്യമായാണ് അവൻ്റെ മുഖത്തേക്ക് പേടിയില്ലാതെ നോക്കുന്നത്. നാളെ അമ്പലത്തിൽ വെച്ച് നിനക്കെൻ്റെ പാതിയാകാൻ പറ്റുമോ? ഞാൻ വരും.
രാവിലെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സമ്മതമല്ലേ? അവൾ മൂളിക്കൊണ്ട് തല താഴ്ത്തി നിന്നു. പാർവതി, എന്തൊരു മറിമായമാണ് ഈ വിളിക്ക്! അത്രയും ആ വിളിയിൽ അവൾ ലയിച്ചു പോയിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കിയ പെണ്ണെ, നന്ദൻ്റെ പെണ്ണ് ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കരുത്. പാർവതിക്ക് അവനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി. അത്രയും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലാണ് അവളിപ്പോൾ. പാർവതി, വാ പോകാം. അവനത് പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി അവൻ്റെ പിന്നാലെ ചലിച്ചു. രാത്രി ഏറെ ഇരുട്ടി. എന്നും നന്ദൻ പുറത്ത് കാവൽ കിടക്കാറുണ്ട്. ഇന്നെന്തേ നന്ദൻ വന്നില്ലല്ലോ? വാതിൽ കുറ്റിയിട്ട് കിടന്നെങ്കിലും പുറത്തുള്ള ഒരു ഇലേനക്കം പോലും അവൾക്ക് കേൾക്കാമായിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൾ കേട്ടു ചെറിയ കാൽപെരുമാറ്റം. അത് നന്ദൻ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പിക്കാവുന്നതേയുള്ളൂ. അന്നത്തെ ദിവസം ഉറക്കം വന്നതേയില്ല. ഒന്ന് നേരം പുലർന്നെങ്കിലെന്ന് പാർവതി വല്ലാതെ മോഹിച്ചുപോയി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. നന്ദൻ എഴുന്നേറ്റ് പോയെന്ന് മനസ്സിലായതും പാർവതി ഡോർ തുറന്നു. അപ്പോഴാണ് ഒരു കവർ പാർവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളത് തുറന്നു നോക്കി. അവൾ കൊടുക്കാനുള്ള സെറ്റ് സാരിയും ഓർണമെൻറ്റ്സും അത്യാവശ്യം മേക്കപ്പിനുള്ളതും കൂടെ ഒരു പേപ്പറും 4 മടക്കി വെച്ചിട്ടുണ്ട്. കാത്തിരിക്കുന്നു പ്രിയേ, നീ എൻ്റെ സ്വന്തമാകുന്ന നിമിഷത്തിനു വേണ്ടി. അഗ്നിസാക്ഷിയായി നിന്നെ ഞാൻ എൻ്റേത് മാത്രമാക്കുന്ന നേരം ഒരിറ്റ് കണ്ണുനീർ ഭൂമിക്ക് ദാനമായി ഞാൻ നൽകും. ഇതുവരെ നന്ദൻ്റെ ഹൃത്തടം മറ്റൊന്നിനു വേണ്ടിയും കരഞ്ഞിട്ടില്ല. ഇന്നിയുള്ള നിന്നെ സ്വന്തമാക്കാൻ വല്ലാതെ ദാഹിക്കുന്നു. അത്രമേൽ ഇഷ്ടമാണ് പെണ്ണെ നിന്നെ. പോയി റെഡിയാകു പെണ്ണെ. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വരും. അപ്പോഴേക്കും കുളിച്ച് ഈ സാരി ഉടുത്ത് വേണം നിൽക്കാൻ. നന്ദൻ. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്. പാർവതി നിറകണ്ണുകളോടെ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇനി താലി കെട്ടിക്കൊള്ളൂ എന്ന് പൂജാരി പറഞ്ഞപ്പോൾ താലിമാല കയ്യിലെടുത്തുകൊണ്ട് നന്ദൻ പാർവതിയുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയതും പ്രണയത്തോടെ 2 കണ്ണുകളുമൊന്ന് കോർത്തു വലിച്ചു. അടുത്ത നിമിഷം തന്നെ 2 പേരും കരഞ്ഞു പോയിരുന്നു. നന്ദൻ പോക്കറ്റിൽ നിന്ന് നീലക്കല്ല് മൂക്കൂത്തിയെടുത്ത് പാർവതിയുടെ മൂക്കൂത്തിയുടെ സ്ഥാനത്തായി ഇട്ടുകൊടുത്തു. ഒരു ചുടുചുംബനം നെറ്റിയിൽ പതിഞ്ഞതും പാർവതി കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണു തുറക്ക് പെണ്ണേ, നന്ദൻ പാർവതിയുടെ ചെവിയിലായി മന്ത്രിച്ചു. അവൾ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവന് മാത്രമായി ആ അധരങ്ങൾ വിരിഞ്ഞു. രാവിലെ ഓട്ടോയുടെ ശബ്ദം കേട്ടാണ് പാർവതി വാതിൽ തുറന്നത്. ശാലുവും മീനുവും കൂടെ വക്കീലുമുണ്ട്. പിന്നെ വേറെ ഒരാളും കൂടിയുണ്ട്. സ്ഥലം അളക്കുന്ന ആളാകും പാർവതി ഊഹിച്ചു. പുറത്തുനിന്ന് ബഹളം കേട്ട് നന്ദൻ ഇറങ്ങിച്ചെന്നു. നന്ദനെ അവിടെ കണ്ടതും ശാലുവും മീനുവും ഒരു പകപ്പോടെ നോക്കി. പിന്നെ പാർവതിക്ക് നേരെ തിരിഞ്ഞു. ഹോ, ഇതും തുടങ്ങിയോ ഇവിടെ? ശാലുവാണ് ചോദിച്ചത്. ഇവൾ ചോദിച്ചു തീരും മുമ്പേ പാർവതിയുടെ കൈ ശാലുവിൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. ഡി മീനു! ഒരലർച്ചയോടെ പാർവതിക്ക് നേരെ തിരിഞ്ഞതും നന്ദൻ അവർക്കിടയിലായി തടസ്സം സൃഷ്ടിച്ചു. എങ്ങോട്ടാ ഇടിച്ചു കയറി? അധികാരമൊക്കെ അങ്ങ് നിന്റെ വീട്ടിൽ മതി. നന്ദൻ്റെ പെണ്ണിൻ്റെ അടുത്ത് വേണ്ട, മനസ്സിലായോ? അവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു. നന്ദൻ പാർവതിയുടെ കഴുത്തിലെ താലി ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിരൽ കൊണ്ടെടുത്ത് പുറത്തേക്കിട്ടു. എന്നിട്ട് പാർവതിയെ ചേർത്ത് പിടിച്ചു. ഇതേ അഗ്നിസാക്ഷിയാക്കി നന്ദൻ പാർവതിയുടെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. നന്ദൻ അവളെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പാർവതിയുടെ നെറുകയിലെ സിന്ദൂരം അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. എൻ്റെ പെണ്ണിൻ്റെ നേരെ ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും കണ്ടാൽ പിന്നെ നീയൊന്നും ഇതുപോലെ നിവർന്ന് നിൽക്കില്ല. നിവർന്ന് നിൽക്കാൻ പോയിട്ട് ബാക്കി വെച്ചേക്കില്ല നന്ദൻ. നന്ദൻ്റെ കണ്ണിൽ പാർവതിയോടുള്ള പ്രണയം കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത അസൂയ തോന്നി. എന്നാൽ പാർവതിക്ക് വേണ്ടി അവരോട് സംസാരിക്കുമ്പോൾ നന്ദൻ്റെ കണ്ണിലെ അഗ്നി ആളിക്കത്തുന്നത് കണ്ടതും ശാലുവിനും മീനുവിനും വീണ്ടും അവളോടുള്ള അസൂയ വർദ്ധിച്ചു. അച്ഛനും അമ്മയും ഉറങ്ങുന്ന ആ മണ്ണും പിന്നെ പാർവതിക്ക് അവകാശപ്പെട്ട മണ്ണും ഇവിടെ ബാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. പാർവതിയുടെ സ്വത്ത് ഞങ്ങൾ ഏതെങ്കിലും പാവങ്ങൾക്ക് ദാനം ചെയ്യും. ഞങ്ങൾക്കത് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. നന്ദൻ്റെ 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇന്ന് നന്ദനുണ്ട്. അത് മതി എൻ്റെ പെണ്ണിനും. അവൻ്റെ ശബ്ദത്തിലെ ഘനഗാംഭീര്യം അവർ തിരിച്ചറിഞ്ഞു. പാർവതി അവനെ കണ്ണു നിറച്ച് നോക്കി നിന്നു. പാർവതിക്കും പുതിയൊരറിവായിരുന്നു അത്. നന്ദൻ പാർവതിയെ ചേർത്ത് പിടിച്ചു നിന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ മൂർധാവിലായിരുന്നു അവൾക്കുള്ള സ്ഥാനം. നന്ദ! പാർവതി അവനെ ആർദ്രമായി വിളിച്ചു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വളരെ നേർമയായി അവൾ ചോദിച്ചു. എൻ്റെ പെണ്ണെ, നിനക്കെൻ്റെ കൂടെ പോരാൻ പേടി തോന്നുന്നുണ്ടോ? നന്ദൻ നിന്നെ ഒന്ന് നുള്ളി നോവിക്കുക പോലുമില്ല. അവൻ പാർവതിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത്രമേൽ പ്രണയത്തോടെ പറഞ്ഞതും എല്ലാം മറന്നുകൊണ്ട് പാർവതി അവൻ്റെ നെഞ്ചിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചാഞ്ഞു. 2 കൈയും കൊണ്ടും അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചെവിയിലായി മന്ത്രിച്ചു. ഐ ലവ് യു പാർവതി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.